ശ്രീ എ റഹീം, എനിക്ക് ഈ ദിവസം അങ്ങ് ഈ ചർച്ചയിൽ അതിഥിയായി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും അങ്ങ് വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ അവിടെ പോയി നിൽക്കുകയും ആ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ക്ഷീണിച്ചുറങ്ങുന്ന വിദ്യാർത്ഥികളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ സമരവേദിയിൽ ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ എ റഹീം. ഈ സമരം വിജയിക്കും എന്ന് കരുതിയിരുന്നോ? അതോ ഈ പറയുന്നത് പോലെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പറയുന്ന ഒരു ഇരുമ്പ് മറയ്ക്ക് മുന്നിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എപ്പോഴും ശക്തമായൊരു മുദ്രാവാക്യമാണ് എന്നതുകൊണ്ട് പരമാവധി പിന്തുണ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്? ഇല്ല, വളരെയധികം ആവേശഭരിതമായിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് ഇത് കയ്യിൽ പിടിച്ച്, ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് തുടക്കത്തിൽ നല്ലത് എന്ന് കരുതുകയാണ്. കാരണം നേരത്തെ ചോദിച്ചില്ലേ മാധു, അവരെ കണ്ടപ്പോൾ, അവരോട് ഇടപെട്ടപ്പോൾ, ആ സമരത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലേ? എല്ലാ കണ്ണുകളിലും കണ്ടത് ഉറച്ച ആത്മവിശ്വാസമായിരുന്നു. അവരുടെ ഏറ്റത്തെ ഡിറ്റർമിനേഷൻ അത് കണ്ണുകളിൽ കാണാമായിരുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളിൽ കാണാമായിരുന്നു, അവരുടെ കൈകളിൽ ഉയർന്നു നിന്ന ഭരണഘടനയുടെ പുസ്തകങ്ങളിൽ കാണാമായിരുന്നു. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹിബ് അംബേദ്കറുടെയും ചിത്രങ്ങളിൽ, അവരുടെ കൈകളിലിരിക്കുന്ന എഴുത്തുകളിൽ അത് കാണാമായിരുന്നു. എന്തിനേറെ, ഇന്ന് അല്പം മുമ്പ് ഞാൻ അവിടെ നിന്ന് ജന്തർ മന്ദറിൽ നിന്ന് ഇവിടേക്ക് നേരെ വന്ന് നിങ്ങളുടെ ചർച്ചയ്ക്കിരിക്കുകയാണ്. ഇന്നവിടെ ഇപ്പോഴും ഈ കണ്ണുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? ആ കണ്ട കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ടുള്ള പോക്കിനുള്ള ഊർജമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങുന്നത് എന്ന സ്നേഹത്തോടെ, അതിന്റെ സ്നേഹത്തോടെ അവർ പിരിയുകയാണ് അവിടെ നിന്ന്. അവർ അപ്പോൾ പിരിയുമ്പോഴും അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസം എന്നത് അവരുടെ കണ്ണുകളിൽ പ്രകടമാണ്, അവരുടെ മുദ്രാവാക്യങ്ങളിൽ പ്രകടമാണ്, അവരുടെ ബോഡി ലാംഗ്വേജിൽ പ്രകടമാണ്. അത്രയേറെ ആത്മവിശ്വാസം ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഇന്ന് ഈ സമരം വിജയിച്ചു പോകുമ്പോഴും അടുത്ത പോരാട്ടത്തിലേക്കാണ് ഞങ്ങളിതാ പോകുന്നത് എന്ന ആത്മവിശ്വാസം ഇന്ത്യൻ ചെറുപ്പത്തിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുന്നത്. ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമായി ഇതിനെ കാണും, ആവേശഭരിതമായ നിമിഷമായി ഇതിനെ കാണും. ഇത് വലിയൊരു സർവകലാശാലയാണ്, എന്തൊരു ലേണിംഗ് ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഏറെക്കാലമായി ഇന്ത്യ എന്ന രാജ്യത്ത് എന്തായിരുന്നു ഇവർ ശ്രമിച്ചത്? കുറെ കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നു ഒരാൾ, ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. അതിന് ഉത്തരമായി അയാൾ തന്നെ പറയുന്നുണ്ട്, ഭയം, ഫിയർ. ഭയമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഭയം, നിരാശ, നിസ്സംഗത, ഈ മൂന്ന് വികാരങ്ങളുടെ തടവറയിലായിരുന്നു ഇന്ത്യ. ആ തടവറ പൊട്ടിച്ചാണ് ഇന്ത്യൻ ജനത തെരുവിലേക്ക് ഇറങ്ങിയത്. ലോകത്തെല്ലായിടത്തും ഇന്ത്യയുടെ തന്നെ ഭൂതകാലത്തിലും ആ മുന്നേറ്റത്തിന്, ജനങ്ങളുടെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് നേതൃനിരയിൽ നിന്നത് യൗവനമായിരുന്നു, ചെറുപ്പമായിരുന്നു. ഇന്ത്യയിലെ 1787 ആരംഭിച്ച ആദ്യത്തെ സർവകലാശാലകളാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്. അവരായിരുന്നു ഇന്ത്യയിൽ അലയടിച്ചുയർന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ബീജം എവിടെ നിന്നായിരുന്നു? ആരായിരുന്നു അവർക്ക് ഉപദിഷ്ടമായ നേതൃത്വമായി മാറിയത്? അന്നത്തെ യൗവനമായിരുന്നു, അന്നത്തെ കലാലയങ്ങളായിരുന്നു, സർവകലാശാലകളായിരുന്നു, അന്നത്തെ കൗമാരമായിരുന്നു. ഇതാ ഇന്നത്തെ കൗമാരം ഭയത്തിന്റെ, നിശബ്ദതയുടെ, നിസ്സംഗതയുടെ തടവറയിൽപ്പെട്ടു പോയ ഒരു തലമുറ. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞു നിന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആവേശഭരിതമായി ഇതാ ഇനി സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ, മറ്റൊരു ലോകം സാധ്യമാണ്, മറ്റൊരു ഇന്ത്യ സാധ്യമാണ്, മെച്ചപ്പെട്ട ഇന്ത്യ സാധ്യമാണ്, നമ്മൾ ഈ പോർമുഖം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന ഡിറ്റർമിനേഷനോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ തെരുവിലേക്ക് ഇറങ്ങി. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കടമ്പകളാണ് കടന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ പോരാട്ടം ആരംഭിക്കുമ്പോൾ ഒരു മീംസിലൂടെ, ഒരു ക്യാമ്പയിനിലൂടെ ആരംഭിച്ചു, സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ ആരംഭിച്ചു. ആ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ ആകെ അവർ ഇല്ലാതാക്കി, ആ പ്ലാറ്റ്ഫോമുകളെയൊക്കെ പൂട്ടിച്ചു. അധികാരത്തിന്റെ ഇന്നിപ്പോൾ പോയിട്ട് JP നഡ്ഡയും ഒരു സഹമന്ത്രിയും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഈ മര്യാദ രാമന്മാരായിരുന്നില്ല ഇതിന്റെ തുടക്കത്തിൽ. ഇവർ എല്ലാ ഫാസിസ്റ്റ് പ്രവണതകളും ഉപയോഗിച്ചു. ഇനി ഇവരെ ദേശവിരുദ്ധരെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവർക്ക് ആദ്യമേ പിന്തുണ കൊടുത്തു. ഇന്ന് ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് അതിനുള്ള ദിവസമല്ല. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നമുക്കതാവാം, പക്ഷെ ഇന്നതിനുള്ള ദിവസമല്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിന്റെ ആദ്യം മുതൽ ഈ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സെൻസോടുകൂടി ഇതിലിടപെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഇതിലിടപെട്ട പൊളിറ്റിക്കൽ ബ്ലോക്ക് അത് ലെഫ്റ്റ് പൊളിറ്റിക്കൽ ബ്ലോക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടാകേണ്ടത് എന്നതിന്റെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ഞങ്ങൾ അതിനിറങ്ങിയപ്പോൾ ഞങ്ങൾക്കുനേരെ എന്തൊരു ക്യാമ്പയിനായിരുന്നു. ഗോദി മീഡിയയുടെ
ഏറ്റവും വലിയ ലീഡർ, അതിന്റെ ഗോദി മീഡിയയുടെ പോസ്റ്റർ ബോയ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അർണബ് ഗോസ്വാമിയുടെ ചാനൽ റിപ്പബ്ലിക് എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ, CPIയുടെ ജനറൽ സെക്രട്ടറിയെ, ലെഫ്റ്റിനെ, CPIഎമ്മിനെ ചൈനീസ് ചാരന്മാരെന്ന് വിളിച്ചില്ലേ? വിളിച്ചില്ലേ? എന്ന് ചോദിച്ചു പോകുന്ന പ്രതിനിധിയെ നമുക്ക് കാണാമായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, ഒന്ന് ആദ്യം പറയാനുള്ളത് അഭിനന്ദനമാണ്. ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. Debate with Madhu Saji.